എഫേസ്യ ലേഖനം 5:22 മുതൽ 33 വരെയുള്ള ഭാഗത്തെ ക്രിസ്തീയ ഭാര്യാഭർത്തൃബന്ധം രണ്ടാം ഭാഗം. അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു സഭയുടെ തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. ക്രിസ്തുവിന് തൻ്റെ ജനങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ മാതൃകയിലായിരിക്കണം ക്രിസ്തീയ വിവാഹവും ബന്ധവും. സഭ ക്രിസ്തുവിന് കടപ്പെട്ടിരിക്കുന്ന കീഴടങ്ങലിൻ്റെ പ്രതീകമായിട്ടാവണം ഭാര്യ സ്വന്തം ഭർത്താവിന് കീഴടങ്ങുന്നത്. ഭർത്താവ് എങ്ങനെയുള്ളവനായിരുന്നാലും അവനെ അടിമയായിരിക്കുക എന്ന പ്രാകൃത നിയമത്തെയല്ല, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. അനുസരിക്കുക എന്ന വാക്ക് മക്കൾക്കും ദാസീദാസന്മാർക്കുമുള്ളതായി പറയുമ്പോൾ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയാണ് വേണ്ടത്. അത് അടിമത്തത്തിൻ്റെ ധ്വനിയല്ല, കൂടുതൽ സജീവവും ആന്തരികവുമായ ഉറ്റബന്ധം പ്രകടമാക്കുന്ന അനുഭവമാണിത്. സ്വന്തം എന്ന വാക്ക് ഈ ഉറ്റബന്ധത്തെ സൂചിപ്പിക്കുവാൻ അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിൽ ഒരു പൂർണ്ണ ഐക്യമുള്ളതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിലും പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കണം. തലയുടെ ജീവൻ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ജീവൻ സഭയിൽ വ്യാപിച്ചിരിക്കുന്നു. ഇപ്രകാരം ഭാര്യയും ഭർത്താവും ഒരു ശരീരമെന്ന് മാത്രമല്ല, നിലനിൽപ്പിന് അനുപേക്ഷണമായി പരസ്പരം വ്യാപിച്ചിരിക്കുന്ന ഏക ജീവനാണ്. തലയാകുന്ന ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ ക്ഷേമത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് അതിനെ സംരക്ഷിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ക്ഷേമത്തെ എപ്പോഴും ലാക്കാക്കി ചിന്തിച്ച് സംരക്ഷിക്കുന്നിടത്ത് ഭർത്താവിൻ്റെ അധികാരം സ്വാർത്ഥതയുടെ കണിക പോലും ഇല്ലാത്തതും സ്നേഹജീവിതത്തിൽ ഒന്നായിരിക്കുന്ന അനുഭവത്തിലുള്ളതുമായിരിക്കും. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ക്രിസ്ത്യാനിയുടെ കുടുംബജീവിതം ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ മാതൃകയിലായിരിക്കണം. അതിനെന്തെങ്കിലും തടസ്സം നേരിടുന്നുവെങ്കിൽ സ്വയം വിചിന്തനം ചെയ്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട് അന്യോന്യം പൊറുക്കുവാൻ പരിശുദ്ധാത്മ പ്രവർത്തനത്തിനായി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ അഭിഷേകമില്ലാതെ ക്ഷമിക്കുവാൻ സാധിക്കില്ല എന്നോർക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കർത്താവ് അയച്ചു തരും. അപ്പോൾ നാം സാത്താനെ ജയിക്കും. സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയും. അങ്ങനെ കുടുംബജീവിതം സന്തോഷകരമാവും. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.